സംസ്ഥാനത്ത് കള്ളുചെത്ത് വ്യവസായം തകർച്ച നേരിടുമ്പോഴും സർക്കാർ സ്വീകരിക്കുന്ന അനങ്ങാപ്പാറ നയം പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നു. കള്ളിന്റെ ഉൽപ്പാദനം കുറഞ്ഞതും തൊഴിലാളികളെ ലഭിക്കാത്തതും ഈ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങളാണെങ്കിലും കള്ളുചെത്ത് വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. സർക്കാർ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 6,38,171 ലിറ്റർ കള്ളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കള്ളുൽപാദനം. അതേസമയം UDF സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ കള്ളുചെത്ത് വ്യവസായത്തെ തകർച്ചയിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്ന് ആരോപണമുണ്ട്. നിലവിലുള്ള ഷാപ്പുകളിലേക്ക് ആവശ്യത്തിനുള്ള ശുദ്ധമായ കള്ളെത്തിക്കാൻ ഈ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് സാധിക്കുന്നില്ല. കൂടുതൽ തെങ്ങുകൾ ചെത്താനായി നൽകാത്തതും ചെത്തു തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലിയിലെ കുറവും ഈ രംഗത്തെ പ്രധാന പ്രശ്നങ്ങളായി ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ നേരത്തെ ലഭിച്ചിരുന്ന കള്ളിന്റെ അളവിലും വ്യാപകമായ കുറവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു തെങ്ങ് ചെത്തുമ്പോൾ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്നത് വെറും 5-8 ലിറ്റർ കള്ള് മാത്രമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം 2 നേരമായി ഒരു തൊഴിലാളി 25-30 ലിറ്റർ കള്ളാകും ഷാപ്പിലേക്ക് നൽകുക. 1 ലിറ്റർ കള്ളിന് ഷാപ്പുടമകൾ നൽകുന്നത് 12 രൂപ മുതൽ 14 രൂപ വരെ എന്നതും ഈ മേഖലയിൽ നിന്ന് തൊഴിലാളികൾ പിൻവാങ്ങുന്നതിന് കാരണമായി. ഈ വ്യവസായത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ട് പരിഹരിക്കാതെ കണ്ടിട്ട് നീര ഉൽപാദനവുമായി മുന്നോട്ട് വരുന്നത് തന്നെ അപഹാസ്യമായ ഒരു കാര്യമാണ്. ചെത്തു തൊഴിലാളികളെ ലഭിക്കാത്തതിനാൽ പലരും പുറത്തുനിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്നാണ് കള്ള് ചെത്തുന്നത്. സംസ്ഥാനത്ത് കള്ളുചെത്ത് മേഖല ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നു. ഈ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഒരു നടപടിയും സ്വീകരിക്കാതെയാണ് സർക്കാർ നീര ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നത്. ക്യാമറാമാൻ സാംജിത്ത് ആർപ്പൂക്കരയ്ക്കൊപ്പം സുനിൽ അരുമാനൂർ.